ഏപ്രിൽ 17-ന് അമേരിക്കൻ മാൻഹട്ടനിലെ കൊളംബിയ സർവകലാശാലയുടെ ക്യാമ്പസിൽ ഗസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികൾ സംഘടിച്ച് ഒരു ടെന്റ് സ്ഥാപിച്ചപ്പോൾ അത് കൂടുതൽ വിപുലവും ഗൗരവമേറിയതുമായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ തുടക്കമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കഫിയ സ്കാഫ് ധരിച്ച് ഗാസ അനുകൂല മുദ്രാവാക്യങ്ങളും മുഴക്കി ജോ ബൈഡൻ ഭരണകൂടത്തെ വിറപ്പിക്കുകയാണ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ. ഒരേയൊരു ആവശ്യം: ഗസയിലെ ജനങ്ങളെ കൊന്നുതള്ളാൻ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് നൽകുന്ന സർവ്വ പിന്തുണയും അമേരിക്ക അവസാനിപ്പിക്കുക. വിശ്വപ്രസിദ്ധമായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ മിന്നിയ തീപ്പൊരി അവിടെ നിന്ന് അമേരിക്കയിലെ ഓരോ ക്യാമ്പസുകളിലേക്ക്, പിന്നീട് മറ്റു രാജ്യങ്ങളിലെ ക്യാമ്പസുകളിലേക്ക്, അങ്ങനെ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ കളമായി മാറി ലോകം. പ്രതിഷേധങ്ങളുടെ ഭാഗമായി ക്യാമ്പസ് അങ്കണങ്ങളിൽ ടെന്റുകളുയർന്നു. US ക്യാമ്പസുകളിലെ ബിരുദദാന ചടങ്ങുകൾ പ്രതിഷേധത്തിൻ്റെ അലയൊലിയായി. ഗസയിൽ ഒരു വിദ്യാർത്ഥിയും ബിരുദധാരിയാവുന്നില്ല, ഫ്രീ ഫലസ്തീൻ പ്രക്ഷോഭത്തെ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാനാവില്ല തുടങ്ങിയ ബാനറുകൾ തെരുവുകളിൽ ഉയർന്നു. മത, ഭാഷ, വംശ ഭേദങ്ങൾക്കതീതമായി ഡസൻ കണക്കിന് വിദ്യാർത്ഥി സംഘടനകൾ പങ്കെടുക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വ്യക്തവും കൃത്യവുമായ ആവശ്യങ്ങൾ സമർപ്പിച്ചു. ഗസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന ഉന്മൂലന യുദ്ധം നിർത്തുക, ഇസ്രായേൽ കമ്പനികളിൽ നിന്നും അവയിൽ നിക്ഷേപം നടത്തുന്നവരിൽ നിന്നും യൂണിവേഴ്സിറ്റി നിക്ഷേപം പിൻവലിക്കുക, ഇസ്രായേലി സർവകലാശാലകളുമായുള്ള സഹകരണം നിർത്തലാക്കുക, ഇസ്രായേൽ സർക്കാരുമായുള്ള, പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രാലയവുമായുള്ള സഹകരണം നിർത്തുക. അവർ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയതനുസരിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം നിരവധി വിദ്യാർത്ഥി പദ്ധതികൾക്ക് ഫണ്ട് നൽകുന്നുണ്ട്. അതിൻ്റെ സൈനിക ശേഷി വികസിപ്പിക്കുകയാണ് ഉദ്ദേശ്യം. പ്രക്ഷോഭങ്ങളെ അതിശക്തമായാണ് അധികാരികൾ അടിച്ചമർത്താൻ ശ്രമിച്ചത്. എന്നാൽ അതൊന്നും അവരുടെ വീര്യത്തെ തകർത്തില്ല. നദി മുതൽ സമുദ്രം വരെ ഫലസ്തീൻ സ്വതന്ത്രമാകുന്ന നാളിനായി അവർ പോരാട്ടം തുടരുകയാണ്. മാസങ്ങളോളം പിന്നിട്ട ഗസയിലെ വംശഹത്യയ്ക്ക് അറുതിയില്ലെന്ന തോന്നലിലേക്ക് ലോകത്ത് മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരെയും തള്ളിയിട്ടുകൊണ്ട് റഫയിലെ അഭയാർത്ഥികൾക്കു നേരെ ആക്രമണം അഴിച്ചുവിട്ട നെതന്യാഹുവിനെ പോലും ആശങ്കയിലാക്കാൻ പോന്ന വിധം ശക്തമാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധ സമരം. സമരം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ സമരം ഭയാനകമാണെന്നും ഇസ്രായേലിൻ്റെ മാത്രമല്ല മുഴുവൻ ജൂതന്മാരുടെയും അമേരിക്കയുടെയും മരണമാണ് സമരക്കാർക്ക് വേണ്ടതെന്ന വിചിത്രവാദവുമായി നെതന്യാഹു രംഗത്തെത്തിയത് വിദ്യാർത്ഥി സമരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ടുകൂടിയാണ്. ക്യാമ്പസുകളിലുടനീളം വേദനയും ആശങ്കയും ഞാൻ കാണുന്നുണ്ട്. വംശീയമായി ഉന്മൂലനം ചെയ്യപ്പെടുക എന്നത് എന്താണെന്ന് ഒരുപക്ഷെ നമുക്ക് അറിയില്ലായിരിക്കാം. ഗസയോട് ഐക്യദാർഢ്യപ്പെടാൻ അവരനുഭവിച്ച വേദനകൾ നാം നേരിട്ട് അനുഭവിക്കണം എന്നില്ല. ഐക്യപ്പെടുക എന്നത് നമ്മുടെ ധാർമ്മിക നിലപാടാണ്. ഹാർവാർഡ് സർവകലാശാലയിൽ ബിരുദദാന ചടങ്ങ് ബഹിഷ്കരിച്ച് ഇന്ത്യൻ വംശജയായ വിദ്യാർത്ഥിനി ശ്രുതി കുമാർ നടത്തിയ പ്രസംഗമാണിത്. ഗസ മരിക്കുകയില്ല എന്ന് ഇന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്നത് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളാണ്. അനീതിയുടെ തിരുത്തൽ ശക്തികളായി ചരിത്രസന്ധികളിൽ ലോകത്തെങ്ങും വിദ്യാർത്ഥി സമൂഹം ഉണർന്നെണീറ്റിട്ടുണ്ട്. വിയറ്റ്നാം യുദ്ധത്തിന് തടയിട്ട 1968 വിദ്യാർത്ഥി പ്രക്ഷോഭവും 2011 അറബ് വസന്തകാലത്തും 2019 ഇന്ത്യയിലെ പൗരത്വ സമരകാലത്തും യുവജനങ്ങളുടെ സമരവീര്യം ലോകം കണ്ടതാണ്. നവാധികാര ശ്രേണിയെ തകർക്കാനും പുതിയ കാലത്തെ നിർണയിക്കാനുമുള്ള ഊർജവുമായി അവർ വീണ്ടും വരികയാണ്. എല്ലാ നയതന്ത്ര ചർച്ചകളെയും UN പ്രമേയങ്ങളെയും കാറ്റിൽ പറത്തി ബന്ദികളുടെ സുരക്ഷ പോലും നോക്കാതെ ഗസ തകർക്കാനിറങ്ങിയ ഇസ്രായേലിന് കടിഞ്ഞാണിടാൻ അമേരിക്കയുടെ നിലപാടുമാറ്റത്തിനേ കഴിയൂ. വിദ്യാർത്ഥികൾക്ക് അതിലേക്ക് വഴിതെളിക്കാനാവുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.